സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ ബാനറിൽ ആൻഡോ ജോസ് പെരേര, എബി ട്രീസ പോൾ രണ്ടുപേരും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഇരട്ട സംവിധായകരുടെ സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ലിറ്റിൽ ഹാർട്സിന് മുൻപ് രണ്ടുപേരും വേറെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു മെമ്പർ രമേശൻ 9ാം വാർഡ്. ആ സിനിമ ടെക്നിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഘടനാപരമായിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു, എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. പക്ഷേ ഇവർ രണ്ടാമത്തെ സിനിമ ലിറ്റിൽ ഹാർട്സ്, ഷെയ്ൻ നിഗം നായകനായ ഈ സിനിമ എനിക്ക് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. സെമ്മ സൂപ്പർ, ഇഷ്ടപ്പെട്ടു. സംഭവം ഒരുപാട് ഗുണങ്ങളുള്ള സിനിമയാണ്. എങ്കിൽ കൂടിയും സിനിമയുടെ പ്രധാന പ്രശ്നം എന്ന് തോന്നിയ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയും. എനിക്ക് ഒട്ടും ചെറുതായിട്ട് തോന്നുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് കുണ്ടൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്ക് 3 തവണ എങ്ങാണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 3 തവണ ഉപയോഗിക്കുമ്പോഴും തിയേറ്ററിനകത്ത് ഭയങ്കരമായിട്ടുള്ള കൂട്ടച്ചിരിയായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ. സ്വവർഗപ്രേമികളായ യുവാക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിൽ പോലും ആളുകൾ അതിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഒരു സിനിമയ്ക്കകത്ത് തമാശ രൂപേണ, പരിഹാസ രൂപേണ ആ വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു വലിയ നീതികേടായിട്ട് തോന്നി. പ്രത്യേകിച്ചും സിനിമ ഭയങ്കര ഭംഗിയായിട്ട് സ്വവർഗ പ്രണയത്തെ കാണിക്കുന്നുണ്ട്, സ്വവർഗ പ്രണയത്തെ അനുകൂലിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും മറ്റൊരു കഥാപാത്രത്തെ കൊണ്ട്, ആ കഥാപാത്രം അങ്ങനെയാണെന്ന് പറഞ്ഞാലും, ആ കഥാപാത്രം നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു കഥാപാത്രത്തെ കൊണ്ട് ഇത്തരം വാക്കുകൾ വിളിപ്പിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാണുന്ന പ്രേക്ഷകരിലേക്ക് പോലും അത് ഇൻജെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പം നമ്മൾ ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം ആ സിനിമയിലെ ചാന്തുപൊട്ട് എന്ന് പറയുന്ന വാക്ക് ഒരു വിഭാഗം ആളുകളെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചു. അതുപോലെ തന്നെയാണ് ഈ ഒരു വാക്കും ഉപയോഗിക്കുന്നത്. സ്വവർഗ പ്രേമികളായ ആളുകളെ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. മാത്രമല്ല, നമ്മൾ മലയാളികൾ ഈ വാക്ക് ഉപയോഗിക്കുന്നു എന്നല്ലാണ്ട് അവർക്ക് ഇപ്പോഴും അതിന്റെ കറക്റ്റ് അർത്ഥമൊന്നും അറിയില്ല. ശബ്ദ താരാവലിക്കകത്ത് കുണ്ടൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമായിട്ട് കാണിക്കുന്നത് പുരുഷന്മാർ സ്വവർഗ സംഭോഗത്തിനായിട്ട് കുട്ടികളെ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കുട്ടികളെ വിളിക്കുന്ന പേരാണ് കുണ്ടൻ എന്ന് പറയുന്നത്. ഇവിടെ പുരുഷന്മാർ തമ്മിൽ പ്രണയിച്ചാലും അവർ തമ്മിൽ സ്നേഹിച്ചാലും ഒക്കെ ഈ പേര് തന്നെ എല്ലാവരും വിളിക്കുള്ളൂ. അതൊരു അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഈ സിനിമയിലെ ഈ തമാശ ഭാഗങ്ങൾ കണ്ടപ്പോൾ തോന്നി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സിനിമയ്ക്കകത്ത് സ്വവർഗപ്രേമികളായ 2 പേരെ കാണിക്കുന്ന സമയത്ത് അതിനെയും തമാശ രൂപേണ മറ്റൊരു കഥാപാത്രം പറയുന്നുണ്ട് പ്രകൃതി വിരുദ്ധം എന്ന്. ശരിക്കും ആ വാക്ക് തമാശയ്ക്കാണെങ്കിൽ പോലും അത് വളരെ അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല. എല്ലാം പ്രകൃതിപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പുരുഷനും തമ്മിലുള്ള പ്രേമമാണെങ്കിലും സ്ത്രീയും തമ്മിലുള്ള പ്രേമമാണെങ്കിലും എതിർലിംഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാം പ്രകൃതിപരമായിട്ടുള്ള കാര്യമാണ്. പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ തമാശയ്ക്കാണെങ്കിൽ പോലും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായൊരു സിനിമ. 3 പ്രണയങ്ങൾ, 3 ജീവിതങ്ങൾ. ആ പ്രണയങ്ങൾ ഓരോരോ പ്രായത്തിലുള്ളവർ, പല ലിംഗത്തിൽപ്പെട്ടവർ, അങ്ങനെ പലതുമാണ്. പക്ഷെ അതൊക്കെ അത്ര മനോഹരമായിട്ടാണ് ഒരു ഉൾനാടൻ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. നൗഫൽ അബ്ദുള്ളയാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ലൂക്ക് ജോസ് ആണ് സിനിമയുടെ ഛായാഗ്രഹകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. കൈലാസ് മേനോനാണ് സിനിമയുടെ സംഗീത സംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു കട്ടപ്പന ഭാഗത്തൊക്കെയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഭയങ്കര വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഗംഭീരമായിട്ടാണ്. സിനിമയ്ക്കകത്ത് ഏരിയൽ ഷോട്ടുകൾ പലതും കാണിക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് ആ ഗ്രാമം കാണാനും, അല്ലെങ്കിൽ അവിടുത്തെ പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയുന്ന സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, സിനിമയ്ക്കകത്തുള്ള സംഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 തരം പ്രണയങ്ങൾ കാണിക്കുന്നുണ്ട്. 3 പ്രണയത്തിന് 3 തരം ഗാനങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തെക്കൻ തല്ലുകേസ് സിനിമയിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള രാജേഷ് പിന്നാടനാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ. 3 പ്രണയം ഈ പറഞ്ഞ പോലെ കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രണയം നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരു അപ്പനും മകനും ഉണ്ട്. സിബിയും ബേബിയും എന്ന് പറയുന്ന മകനും അപ്പനും ഉണ്ട്. ആ മകൻ അപ്പൻ ബന്ധം, അതുപോലെ തന്നെ അപ്പന്റെ പ്രണയം, മകന്റെ പ്രണയം തുടങ്ങി എല്ലാം ഭംഗിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ബാബുരാജ് ചെയ്തിട്ടുള്ള ബേബി എന്ന് പറയുന്ന അപ്പൻ കഥാപാത്രം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാബുരാജിനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ആക്ഷൻ മൂവിയിൽ കണ്ടിട്ടുണ്ട്, കൊമേഡിയൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ബാബു അഞ്ചടിയെ നമ്മൾ ഇതിന് മുൻപൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഗംഭീരമായിട്ട് പുള്ളിയുടെ പ്രണയമൊക്കെ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ബാബുരാജിന്റെ ആ ഒരു അഭിനയം എന്ന് പറയുന്നതും കഥാപാത്രം എന്ന് പറയുന്നതും പ്രേക്ഷകർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഷെയ്ൻ നിഗത്തിന്റെ സിബി എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥാപാത്രമാണ്. ആ വിഷാദ നായകനിൽ നിന്നൊക്കെ ബഹുദൂരം മുന്നോട്ട് ഷെയ്ൻ നിഗം കുതിച്ചു കഴിഞ്ഞു. പുള്ളി ആ ഒരു വിഷാദത്തിൽ നിന്നൊക്കെ മാറിയിട്ട് പ്രേക്ഷകർ ചിരിപ്പിക്കാൻ മാത്രം പാകത്തിൽ പുള്ളിക്ക് കോമഡികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ RDX എന്ന സിനിമയ്ക്ക് ശേഷം ഷെയ്ൻ നിഗം മഹിമ കോംബോ ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. 3 പ്രണയങ്ങൾ കാണിക്കുന്നുവെങ്കിലും ഏത് ഏജ് കാറ്റഗറിയിൽ പെടുന്നവർക്കും ഈ പ്രണയങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സിനിമയുടെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് ദി ലീഡ് കാസ്റ്റ് തന്നെയാണ്. എസ്പെഷ്യലി ഷെയ്ൻ നിഗം ആൻഡ് ബാബുരാജ്.
രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ത്രൂ ഔട്ട്, അവരിലൂടെയാണ് സിനിമ പോകുന്നത്. ഗംഭീരമായിട്ട് രണ്ടാളും ചെയ്തിട്ടുണ്ട്. പിന്നെ BGM ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന സംഭവം രണ്ടും സിനിമയ്ക്ക് സന്ദർഭത്തിനും അനുസരിച്ചുള്ള രീതിയിൽ നമ്മളെ ആ ഒരു സിനിമയിലേക്കും ആ കഥയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതിന് സംഗീതത്തിന്, പശ്ചാത്തല സംഗീതത്തിനാണെങ്കിലും സാധിച്ചിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രോങ് ആണ്. അവർക്ക് നിലപാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് സിനിമയിലുള്ളത്. പിന്നെ ഹ്യൂമർ സൈഡ്, സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഹ്യൂമർ സൈഡ് എന്ന് പറയുന്നത്. അത് ഷെയ്ൻ ആണെങ്കിലും ബാബുരാജ് ആണെങ്കിലും ഒക്കെ ആ ഹ്യൂമർ എന്ന് പറയുന്ന കാര്യം സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു ക്യാരക്ടറാണ്, പേരറിയില്ല. സിനിമയ്ക്കകത്ത് ഒരു ബംഗാളിയായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. ആളുടെ അഭിനയം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലുക്ക് ജോസ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു രീതി, തീർച്ചയായിട്ടും കട്ടപ്പന എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിടും. അത്രയ്ക്ക് ഭംഗിയായിട്ട് ആ ഒരു ഗ്രാമത്തെ എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിൽ നോക്കുകയാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത്. പ്രണയം കാണിക്കുന്നുണ്ട്, പ്രണയിക്കുന്ന മനുഷ്യരെ കാണിക്കുന്നുണ്ട്, പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കാണിക്കുന്നുണ്ട്. പ്രണയത്തിന്റെ ഓരോരോ തലങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാവായ സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ ആത്മാവും ഹൃദയവും കൊടുത്ത് നിർമ്മിച്ച സിനിമയാണെന്ന്. ഏതായാലും ആ ആത്മാവും ഹൃദയവും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ലിറ്റിൽ ഹാർട്സ് കുഞ്ഞു മനസ്സുള്ള കുറച്ച് മനുഷ്യരുടെ കുഞ്ഞു കുഞ്ഞു പ്രണയ ജീവിതങ്ങളെ കാണാൻ താല്പര്യമുള്ളവർക്ക്, കുറച്ച് നേരം സമാധാനമായിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ പോവാം.